വിജയപുരം കാണാൻ പോവുകയാണ്. പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല പടമായ മതി എന്നാണ് ആകെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മളിതാ പടം കാണാൻ പോയെന്ന്. മോഹൻലാൽ ഫാൻസിന്റെ ഷോ ഫാൻ ഷോ ടിക്കറ്റ് ഇട്ടതുകൊണ്ട് പൃഥ്വിരാജ് ഫാൻസിന് ഇതാണ് എടുത്തിട്ടുള്ളത്, അതും ശാന്തിയിൽ. അപ്പൊ പടം കണ്ടിട്ട് അപ്പൊ നമുക്ക് വേണ്ട, നമുക്ക് പൃഥ്വിരാജിന്റെ മതി. നമ്മള് മോഹൻലാലിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലാണ്ട് ഫാൻസിനല്ല. ഓക്കെ, രാവിലെ അടിച്ചിട്ട് കുളിക്കാൻ വന്നിട്ടാ നേരെ 5:40 ചായപ്പിടിയാ. ഇത്ര ടിക്കറ്റ് ആയില്ലേ ഓരോ എടാ വെടിക്കെട്ടുണ്ടോ? വണ്ടിയെല്ലാം പൊട്ടത്ത വെട്ടിയാണ്. തുടങ്ങുവാ. എല്ലാരും വന്ന് വേഗിരിക്കും. സരീഷിന് ഇപ്പം ഓട്ടോ കണ്ടാൽ സരീഷിന് ഇഷ്ടല്ല, വെറുത്തുപോയാ ഓട്ടോന. ഇത് പടത്തിനായിട്ട് സരീഷ്, സിമ്മൂരിയാണ്, സബി എല്ലാരും ഹൗസ്ഫുൾ ആയിരിക്കുന്നു. പൃഥ്വിരാജ് പറഞ്ഞവരെല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തൊക്കെ. ഇപ്പോൾ പടം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് പോലെ പടം. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പടം ഇഷ്ടപ്പെട്ടില്ലേ? പറയുന്ന പോലെ തീ തന്നെ നൈസ്. എന്താ പറയാ, ഒക്കെ ഒരു നല്ല സ്റ്റാൻഡേർഡ് പടക്കണ്ട ഒരു ഫീൽ. ഒരു നെഗറ്റീവ് സത്യം പറഞ്ഞാൽ പറയാനില്ല. L3 നമുക്ക് എന്താന്ന് പറയാ, മോഹൻലാലിന്റെ പണ്ടത്തെ കാലം കാണാം. പടം എല്ലാവരും പോയി കാണും. അടുത്ത ഇൻഡസ്ട്രി തന്നെ ഒന്നും നോക്കാനില്ല. 100 കോടി മുകളിൽ കളക്ട് ചെയ്യുന്നതൊക്കെ തോന്നുന്നത്. കാരണം ഈ ഒരു നെഗറ്റീവ് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്കവാറും പടം കത്തിക്കയറും. നെഗറ്റീവ് പറയാനൊന്നുമില്ല എന്നല്ലേ പറയണ്ടത്. പിന്നെ ചെലവില് പറയരുത്, മാസ് കുറച്ച് കുറഞ്ഞു അങ്ങനെയെല്ലാം പറയരുത്. അതല്ലാണ്ട് പറയുന്നു ചാൻസ്. മാസ് കുറവില്ല, എന്നാലും എല്ലാരും കുറച്ചും കൂടി അധികം വിചാരിക്കുമല്ലോ. പൃഥ്വിരാജ് ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഹൈപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി റിവ്യൂ ആയിട്ട്